ഒരു ഞെട്ടിക്കുന്ന വിവരം ഞങ്ങൾ അറിഞ്ഞു അമ്പലത്തിൽ പോയപ്പോൾ. ഇനി നോട്ടത്ര പന്തിയല്ല, പെശക് തോന്നുന്നുണ്ട്. കിടന്ന് ഞങ്ങൾ ഓടും, അതായത് വീഡിയോ എടുത്തിട്ട് ഞാനിങ്ങനെ മുന്നിൽ ഓടാനാണ് പ്ലാന്. ആക്കിന് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ പോലീസുകാർ തടഞ്ഞു വെച്ചു. കണ്ടാ, ഫുൾ പോലീസാണ്. കാണിച്ചേ, കണ്ട നൈനൂസ് മുല്ലപ്പൂവൊക്കെ വെച്ചിട്ടുണ്ട്, നല്ല സൂപ്പർ സുന്ദരി ആയിട്ടുണ്ട്. നിക്കോ നമുക്ക് ആനയോട്ടം കാണാൻ പോയാലോ? മാർച്ച് 3-ാം തീയതി വരെ ഉണ്ട്. ആനയോട്ടം കാണാൻ പോവാ, 3-ാം തീയതി വരെ ഉണ്ട്, നാളെ വരെ ഉണ്ട്. ഓക്കെ, ഇപ്പം വിട്ട് കഴിഞ്ഞാല് വൈകുന്നേരം ആകുമ്പോൾ എത്തും. നാളെ നമുക്ക് ആനയോട്ടം കണ്ടിട്ട് നാളെ തിരിച്ചു വരാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ ആനയോട്ടം കാണാൻ പോവാണ്. ഇതുവരെ ഗുരുവായൂർ ആനയോട്ടം എന്ന് കേട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ ഇന്ന് 2-ാം തീയതി, നാളെയാണ് ലാസ്റ്റ് ഡേറ്റ് എന്നാണ് നമ്മളെ ഗൂഗിൾ പറയുന്നത്. നമുക്ക് നേരെ ആനയോട്ടം കണ്ടിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ എറണാകുളം സൗത്ത് KSRTC ബസ് സ്റ്റാൻഡിലെത്തി. അവിടെ നിന്ന് നമുക്ക് ഗുരുവായൂരേക്കുള്ള ബസ്സിന് കയറാൻ വേണ്ടി പോവാണ്. നിക്കൂസിനും നൈനൂസിനും മുന്നേ തന്നെ സീറ്റ് കിട്ടി, എൻ്റെ സീറ്റ് പിറകിലായിട്ടാണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഗുരുവായൂരേക്കൊക്കെ പോയിട്ട് കറങ്ങിയിട്ട് വരാം. ഫുൾ സെറ്റപ്പിലാണല്ലോ എന്നാ ഇതൊക്കെ. ഗൈസ്, അപ്പൊ ഞങ്ങൾ ഇവിടെ ഗുരുവായൂരെത്തിയിട്ട് നമ്മൾ വളരെ ചെറിയ തുച്ഛമായ വിലക്ക് ഒരു റൂം എടുത്തിട്ടുണ്ട്. 1000 രൂപ. ഓക്കെ, 1000 രൂപയാണ് അപ്പൊ റൂം. തുച്ഛമായ വില 1000 രൂപയല്ല, പക്ഷെ 1000 രൂപ കുറഞ്ഞിട്ട് ഇവിടെ എവിടെയും റൂം കിട്ടാനില്ല എന്നതാണ്. 1000 രൂപക്ക് നോൺ AC റൂമാണ്. AC ഉണ്ട്, പക്ഷേ അത് പ്രവർത്തിക്കില്ല. അതുകൊണ്ട് ഇത് നോൺ AC റൂമായിട്ട് പ്രഖ്യാപിച്ചു. പിന്നെ AC റൂമിന് 1500 രൂപയാണ് വില. അപ്പൊ നമ്മൾ ഈ നാളെ തന്നെ ആനയോട്ട മത്സരം കാണുന്നതായിരിക്കും ഗൈസ്. ആനയുടെ മുന്നിൽ കിടന്ന് ഞങ്ങൾ ഓടും, അതായത് വീഡിയോ എടുത്തിട്ട് ഞാനിങ്ങനെ മുന്നിൽ ഓടാനാണ് പ്ലാന്, ആൾക്കാർക്ക് ഓടുന്ന പോലെ. അപ്പോൾ ഇതുവരെ ആനയോട്ടം കണ്ടിട്ടില്ല, അപ്പൊ നമ്മൾ ആനയോട്ടം കാണും. ബാബേ ബായ് പറ, ഗുരുവായൂരപ്പനെ കണ്ടിട്ട് വരാ പറ. ആരാ? ഗുരുവായൂരപ്പൻ തമ്പാച്ചി. ഓക്കെ ഓക്കെ ബൈ. പറഞ്ഞിട്ട് തിരക്കൊന്നും കാണുന്നില്ലല്ലോ ഗൈസ്. ഉത്സവം എന്ന് പറഞ്ഞിട്ട് ഒരു തിരക്കും കാണുന്നില്ല. അങ്ങനെ നിങ്ങൾ ഗുരുവായൂർ അമ്പലത്തിന്റെ നടയിലെത്തി. ഏതോ ഒരു കിഴക്കേ നടയോ വടക്കേ നടയോ അങ്ങനെ എന്തോ ആണിത്. വെണ്ണ തിന്നുന്നുണ്ടല്ലേ ചെറിയ കൃഷ്ണൻ തമ്പാച്ചി. ഇന്നൊന്നും ഇഷ്ടായിന്. കാലെല്ലാം നോക്കിയട്ടെ. കുഞ്ഞു ഉടുപ്പ്, എന്ത് രസാ കാണാൻ. അത്രേ പറ്റൂ, അപ്പോഴെ കുഞ്ഞു വലുതാവും. നോക്കിയാട്ടെ വാവേ, കണിക്കൊന്നാണ്ടാ. വിഷുവിന് ഇത് വാങ്ങിയാ മതി അല്ലേ? ഒരിക്കൽ വാങ്ങിയാ എല്ലാ കൊല്ലത്തും. ആർക്ക്? ധാരാളം. എത്ര അതിന് റേറ്റ്? നോനുവിന്റെ കയ്യിലുള്ളതല്ലേ ആ വാവ? അതേ കാണിച്ച ഈ വാവയല്ലേ വാവന്റെ വീട്ടിലുള്ളത്? എന്തൊക്കെ കളക്ഷൻസ് ആണ്, പിള്ളേരെ മനസ്സിളകും ഗൈസ്. ഒരു രക്ഷയില്ലാത്ത കളക്ഷൻസ് ആണ് ടോയ്സിൻ്റെതും. പിന്നെ നിക്കുവിൻ്റെ ഈ ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും അവിടെ കയറും. ഇതേപോലെയുള്ള സംഭവം കണ്ടാൽ ഉള്ളിൽ കയറി പരുതാൻ തുടങ്ങി. പരുതേ ചെയ്യും, ഒന്നും വാങ്ങില്ല. പക്ഷേ എല്ലാം നോക്കിയിട്ട് എന്തെങ്കിലും ഒരു ചെറിയ സാധനം 1-2 സാധനം വാങ്ങിയിട്ട് പോയി. മക്കളെയാ അവിടെ വെക്കുവാ. ഓ, ടീച്ചർ പറയുന്നതായിരിക്കും അല്ലേ മക്കളെന്ന്. ഞങ്ങൾ അങ്ങനെ ഇവിടെ എത്തി. ഫൈനലി ആനയെ കണ്ടു. കൊമ്പനാണെങ്കിലും ആ ഒരു ഇതില്ല, ഒരു പെണ്ണിനെ പോലെ ഉണ്ട് മുമ്പ് കാണുമ്പോൾ അല്ലേ? നോക്കറ, ആ തലയെടുപ്പ് അങ്ങനെ ഭയങ്കരമായിട്ട് കാണുന്നില്ലല്ലോ. മുമ്പ് കാണുമ്പോൾ ഒരു പെണ്ണിനെ പോലെ ഉണ്ട്. എന്താ പറയേണ്ടത്, ഭയങ്കര ഒരു വെറൈറ്റി ഒരു ആന അല്ലേ? നല്ല രസമുണ്ട് കാണാൻ. ഒരു സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ആന. അതായത് ചെറിയ ജയറാമിനെ പോകുമ്പോൾ എന്നെയല്ലേ നോക്കുന്നത്, എവിടെയാവുന്നു ഗൈസ്. നിക്കു നോനു ഉള്ളിലേക്ക് പോയി. അപ്പോൾ എന്നെ ഉള്ളിൽ കയറ്റിയില്ല. ഈ പാൻ്റൊന്നും ഇട്ടിട്ട് ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ എന്നെ ഉള്ളിൽ കയറ്റിയില്ല. അതുകൊണ്ട് ഞാൻ നാളെ രാവിലെ പോകുന്നതാണ് ഗൈസ് ഉള്ളിലേക്ക്. അപ്പോൾ ഇന്ന് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ പോലീസുകാർ തടഞ്ഞു വെച്ചു. കണ്ടോ, ഫുൾ പോലീസാണ്. പോലീസുകാരൊക്കെ തടഞ്ഞു വെച്ചു.
സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ തവണ അങ്ങനെയാണ് ഗുരുവായൂർ വരുന്നത്. പണ്ടെപ്പോഴോ വന്നതാണ്, അതിനുശേഷം വന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. വന്നിട്ടുണ്ട്, പക്ഷെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല. ഇന്ന് കയറണം എന്നായിരുന്നു വിചാരിച്ചത്. അപ്പോൾ ഈ പാൻറ് ഇട്ടാൽ കയറ്റില്ല എന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഈ പോലീസുകാർ പറഞ്ഞു പാൻറ് ഇട്ട് കയറാൻ പറ്റില്ല. അതുകൊണ്ട് എന്തായാലും ഞാൻ പുറത്തായി. ഞാൻ കുറച്ചു നേരം കൂടി ആനേനെ നോക്കട്ടെ. എല്ലാം പൊട്ടിച്ച് മാറ്റി മാറ്റി കഴിക്കുകയാണ്. ഒരു രക്ഷയില്ല, എന്താ രസം കാണാനത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആനെ. വിഷ്ണു എന്നാണ് പേര്. അമ്മേ, ഇനി നോട്ടത്ര പന്തിയല്ല, പെശക് തോന്നുന്നുണ്ട്. ഓഹോ, അപ്പം നാളെ ഓടാനുള്ള അടുത്ത ആനകളൊക്കെ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. 3 ആന ഇവിടെ തന്നെ ഉണ്ട്. അതാ 4 എണ്ണം ഉണ്ട്. അപ്പം നമുക്ക് നാളെ ഇവരുടെ ഓട്ടം കാണാം. എൻ്റെ എടുപ്പൊക്കെ നോക്കിയാട്ടെ, മറ്റേതുപോലെയല്ല. ഇത്ര നേരെ കാലത്ത് കണ്ട പോലെയല്ല. ഇതിൻ്റെ മുഖമൊക്കെ ഭയങ്കര ഒരു എടുപ്പാണ് കാണാൻ. ഓടിക്കോ നൈനൂസെ, ഓടിക്കോ. നൈനൂസ് ഓടി കളിക്കാണ്. ഇവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ കിഴക്കേ നടയിലെത്തി. ക്യൂ നിൽക്കേണ്ടെടുക്ക ഫുൾ ഇരിക്കേണ്ട സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അടിപൊളിയല്ലോ. ഇതൊക്കെ ഇപ്പോൾ പുതിയ സെറ്റപ്പ് ആക്കിയതായിരിക്കും. എന്നാലും കുറച്ച് മുമ്പേ ഒന്നും വരുമ്പോൾ ഉണ്ടായിരുന്നില്ല. ക്യൂ നിന്ന് ക്ഷീണിക്കുന്നവർക്ക് എല്ലാവർക്കും ഇരിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ പ്രായമുള്ളവർക്കൊക്കെ വളരെ നല്ലതാണ് അല്ലേ? എല്ലാവർക്കും നല്ലതാണ്. കാരണം മണിക്കൂറുകളോളം ക്യൂ. ഇപ്പൊ പറഞ്ഞത് 3 മണി മുതൽ നിർമ്മാല്യം തുടങ്ങും, പൊളിച്ചക്ക് നാളാന്ന് പറഞ്ഞത്. പക്ഷേ ഒടുക്കത്തെ ക്യൂ ആയിരിക്കും ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നോക്കിയിട്ടൊക്കെ വന്നാൽ മതി എന്ന് പറഞ്ഞു. ഒരു 6 മണിക്കൊക്കെ ശേഷം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വലിയ കുഴപ്പമില്ലാതെ. മേൽപ്പത്തൂർ ഓഡിറ്റോറിയം, ആ കാണുന്നതാണ് മേൽപ്പത്തൂർ ഓഡിറ്റോറിയം. ക്യൂവിന്റെ സ്ഥലം കണ്ടോ? ഫുള്ളായിട്ട് ചെയർ വെച്ചിട്ടുള്ളത്. 2 സൈഡിലും ചെയർ. അടിപൊളി. ഇത് അങ്ങ് മുതൽ സ്റ്റാർട്ടിങ് മുതൽ ഇങ്ങനെയാണുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു സംഭവമാണ്. എല്ലാവർക്കും റിലാക്സ് ആയിട്ട് ഇരുന്നുകൊണ്ട് ക്യൂ നിൽക്കാം. നോക്കട്ടെ, ഇപ്പൊ തന്നെ ഭയങ്കര ക്യൂ ആണല്ലേ. 8:30 വരെ, 8:30ക്ക് നട അടക്കം തോന്നുന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള തിരക്കാണിത്. ആൾക്കാരൊക്കെ ഓടുകയാണ്. 8:30 അതാ, അതുകൊണ്ടായിരിക്കും ലാസ്റ്റ് നിമിഷത്തെ ഓട്ടായത്. ഇതൊക്കെയാണ് കല്യാണ മണ്ഡപം തോന്നുന്നു. സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണമൊക്കെ കഴിഞ്ഞത് ഇതിലേതെങ്കിലും ഒരു മണ്ഡപത്തിലായിരിക്കുമെന്നാണ് വിചാരിക്കുന്നത്. നൈനൂസിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കളിപ്പാട്ടം വാങ്ങുന്നതാണ്. എന്ത് കളിപ്പാട്ടായിരുന്നു ഇത്? ASMR എന്ന് പറയുന്ന TV പ്രോഗ്രാം. ASMR എന്ന് പറയുന്ന ഒരു TV പ്രോഗ്രാമിൽ കുട്ടികൾക്കെല്ലാം കാണേണ്ട ആ പരിപാടിയിൽ കാണുന്ന സംഭവമാണ് ഇത്. ഭയങ്കര ഇഷ്ടമാണ്. നോക്കട്ടെ. അയ്യോ, ഇത് ഓരോന്നായിട്ടേ വരുന്നുള്ളൂ. അതെല്ലാം വരുമല്ലോ. അത് ഭയങ്കര സോഫ്റ്റും അല്ലേ? വേറെ ASMR വാങ്ങാം കേട്ടാ. ഇതെല്ലാം കയ്യിൽ വരുന്നുണ്ട് കൈസ്. അതുകൊണ്ട് നമ്മൾ വേണ്ടാന്ന് വെച്ചു. ഇതേണ്ട. അവക്ക് അതുകൊണ്ട് അത് വേണ്ട. അവന്റെ കണ്ണിലൊക്കെ ആവും. നോക്കിയാ എന്ത് രസാ കാണേ വാവേ. അത് നല്ല രസമുണ്ടല്ലേ. അവിടെ വെച്ചേ. വാവ്, എന്തൊരു ഭംഗിയാ കാണേ. നോനു അരിക്കൊമ്പനെ തൊടാൻ പോയിട്ടുണ്ട്. ഏതാ അരിക്കൊമ്പൻ നോനു? അതാ അരിക്കൊമ്പേ? അയ്യ, കൊമ്പില്ല. എടുത്തു. വാങ്ങാനൊന്നും പറ്റില്ല. അരിക്കൊമ്പ കുഞ്ഞരിക്കൊമ്പന് എത്ര വില? അല്ല, അതിനാ 15? അല്ലല്ലോ, ആ വലുതിനല്ലേ? വലുതിനാ 15. അല്ല, ഇതിന് ആ ചെറുത് 7,250 അല്ലേ? നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ കൃഷ്ണനും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ലൊരു ഭംഗിയുള്ള കൃഷ്ണൻ അല്ലേ? 2,600. ഇത് ഗുരുവായൂർ ദേവസ്വത്തിന്റെ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് ആണ് ഗൈസ് നിങ്ങൾ ഈ കാണുന്നത്. ഭയങ്കരമാണല്ലോ, ഭയങ്കര സംഭവം. കാർ പാർക്കിംഗ് ഒക്കെ ഉണ്ട് ഇവിടെ. നമ്മൾ ഡിന്നർ കഴിക്കാൻ ഗോകുലത്തിൻ്റെ ഒരു ഹോട്ടലിലാണ് വന്നത്. തെക്കേ നടയിൽ ഒരു ഗോകുലത്തിൻ്റെ ഒരു ഹോട്ടലുണ്ട്. അത്യാവശ്യം നല്ല നീറ്റ് ഹോട്ടലാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഹോട്ടലാണ്. ഫുഡൊക്കെ കാണുമ്പോൾ നല്ല ഫുഡാണെന്ന് തോന്നുന്നത്. ഞങ്ങൾ ചപ്പാത്തിയും പനീർ ബട്ടർ മസാലയാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ കിടക്കാച്ചി പനീറുണ്ട്,
നൈനൂസിന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കറിയിൽ മുക്കിയിട്ട് ഇങ്ങനെ കഴിക്കുക. അതുകൊണ്ട് ഒറ്റക്ക് തന്നെ അങ്ങനത്തെ കറി ഉണ്ടെങ്കിൽ ഒറ്റക്ക് കഴിച്ചോളൂ. എരിവുള്ളൊന്നും കൊടുക്കില്ല, ഇതിലൊന്നും എരിവുണ്ടാവില്ല എന്നുള്ളൊരു ഉറപ്പുണ്ട്. എങ്ങനെയുണ്ട് ഫുഡ്? ടേസ്റ്റ് ഉണ്ടോ? ചപ്പാത്തി അല്ല, ചപ്പാത്തി കാണുമ്പോൾ ഉണങ്ങിയ പോലെ ഉണ്ട്, അത്യാവശ്യം എരിപ്പുള്ള ചപ്പാത്തി. അപ്പോൾ നമ്മളുള്ളത് ഗോകുലം വനമാലന്ന് ഡിന്നർ കഴിച്ചു. ഒരു ചപ്പാത്തിക്ക് 25 രൂപ. ഒരു ചപ്പാത്തിയുടെ വില 25 രൂപ. ഭയങ്കര ടൂ മച്ചായി തോന്നി, ടൂ മച്ച് അല്ലേ? ഒരു ചപ്പാത്തിക്ക് പൊതുവെ 15 രൂപയൊക്കെ കണ്ടിട്ടുണ്ട്. 25 രൂപയുടെ ചപ്പാത്തി കഴിക്കുന്നത് ആദ്യമായിട്ടാണ്. അതും ഭയങ്കര ഡ്രൈ ആയിരുന്നു ചപ്പാത്തി. കറി ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഗോകുലം വനമാലയുടെ അവസ്ഥ. ഗൈസ്, ഈ ആനയാണ് ഗുരുവായൂരുള്ള ഫേമസ് ആന. ഈ ആനയുടെ പേരെന്തായിരുന്നു? ഗുരുവായൂർ ഒരുപാട് കാലം ഉണ്ടായിരുന്ന കേശവൻ. ആ കാണുന്നതാണ് ഗുരുവായൂർ കേശവന്റെ പ്രതിമ. നമ്മൾ ദൂരെ കാണുന്ന ഗുരുവായൂർ ഒരുപാട് കാലം ഗുരുവായൂർ സംഭവങ്ങളൊക്കെ എടുത്ത ഗുരുവായൂർ കേശവൻ. നമുക്ക് ആ പാർക്കിലെ ഒന്ന് കയറി നോക്കാം. തെക്കേ നടേൻ്റെ അടുത്തെത്തി. തെക്കേ നടേൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ശ്രീവത്സലം ഗസ്റ്റ് ഹൗസിൻ്റെ ദേവസ്വത്തിൻ്റെ എന്തെല്ലോ സംഭവം. അനുവാദമില്ലാതെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ല എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഭയങ്കര വലിയൊരു ആമയുണ്ട്, ടോർട്ടോയ്സ് ഭയങ്കര വലിയ. മുമ്പ് ഈ സാധനം ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് ഓർമ്മയില്ല. നമ്മുടെ ഗുരുവായൂർ കേശവന്റെ സൈഡിലായിട്ടാണ് ഇത് വരുന്നത്. നേരെ ഓപ്പോസിറ്റ് നമ്മുടെ ഗുരുവായൂർ കേശവനും മറ്റേ ആ ഒരു ശിവന്റെ ഒരു പ്രതിമയൊക്കെ ഉണ്ട്. വാവ്, എത്ര വലുതാന്നല്ലേ. നോനോസിന് അങ്ങോട്ട് പോകാനൊരു ചെറിയൊരു ഒരു ഉത്കണ്ഠ. ടോയാന്ന്, പോയിട്ട് നോക്കിട്ട് വാ. ചേച്ചിയെല്ലാം പോയിട്ട് നോക്കുന്നു. ബാ, നമുക്ക് പോയി തൊടാനും. ബാ, അപ്പ വരാം. കമോൺ, ബാ. തൊട്ടോയിക്കോ പോയിട്ട്. തൊട്ട് പോയിട്ട്. പേടിക്കാനെന്നാ ടോയാന്നത്. തൊട്ടില്ലേ? ഇപ്പൊ പേടിയൊന്നും ഇല്ലല്ലോ. ഇപ്പൊ നമ്മുടെ പടിഞ്ഞാറേ നടയിലാണ് റൂം. നമ്മൾ അവിടുന്ന് കിഴക്കേ നടയിലെത്തി, പിന്നെ തെക്കേ നടയിലെത്തി. സത്യം പറഞ്ഞാൽ നമുക്ക് വഴി മാറിപ്പോയി. പടിഞ്ഞാറേ നടയിൽ പോകാൻ വേണ്ടിയിട്ട് നടന്ന് അവസാനം ഏതൊക്കെയോ വഴി ഒരുപാട് സമയം നടക്കുന്നു. എന്നെ തിരിച്ചെങ്ങനെയല്ലോ ഇത്ര ദൂരം നടന്നത്, പുറത്തോട്ട് നടന്നത് കൊണ്ട് എവിടെയും എത്തിയിട്ടില്ല. വീണ്ടും ഞങ്ങൾ ഉള്ളിൽ തന്നെ കയറി. ഇനി തിരിച്ച് പടിഞ്ഞാറേ നടയിലേക്ക് പോവാണ്. പാലാഴി റെസിഡൻസി. അപ്പോൾ പാലാഴി റെസിഡൻസിയിലാണ് ഞങ്ങൾ റൂം എടുത്തത്. നേരെ ലിഫ്റ്റിലേക്കാണ്. താഴെ അവർക്ക് ഓഫീസൊന്നുമില്ല. ഓഫീസ് വരുന്നത് എവിടെയാണ്? ഫസ്റ്റ് ഫ്ലോറിൽ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി തിരിച്ചു വന്നു. ഒരു ഞെട്ടിക്കുന്ന വിവരം ഞങ്ങൾ അറിഞ്ഞു അമ്പലത്തിൽ പോയപ്പോൾ. ഇവിടുത്തെ ഉത്സവമൊക്കെ കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇവിടെ ഭയങ്കര തിരക്ക് കുറവ് കണ്ടത്. ഇന്നലെ വരെയായിരുന്നു ഉത്സവം. ഞങ്ങൾ ഗൂഗിൾ നോക്കിയപ്പോൾ ഗൂഗിളിൽ കണ്ടത് ആനയോട്ടം 3-ാം തീയതി വരെ ഉണ്ടെന്നാണ്. മാർച്ച്. ഞാൻ എന്നിട്ട് ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഞാൻ ചോദിച്ചു, ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യണോ ആരോടെങ്കിലും ചോദിച്ചു. പക്ഷെ ഗൂഗിൾ ചതിക്കുമെന്ന് വിചാരിച്ചില്ല. മാർച്ച് 3 വരെ ആനയോട്ടം ഉണ്ട്, മാർച്ച് 3-ന് ആനയോട്ടം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഗൂഗിൾ കാണിച്ചത്, നിങ്ങൾ നേരത്തെ കണ്ടതുപോലെ. പക്ഷേ ഭയങ്കര ചതിയായി പോയി. ഉത്സവമൊക്കെ കഴിഞ്ഞു. ഇവിടെ വന്നപ്പോഴേ തിരക്കൊക്കെ കാണാതപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, എന്താ തിരക്കൊക്കെ വളരെ കുറവ്, ഇങ്ങനെയൊന്നും അല്ലല്ലോ കണ്ടത് എന്നൊക്കെ. അങ്ങനെ ഞങ്ങൾക്ക് ആനയോട്ടം ഇപ്പോഴും കാണാൻ പറ്റിയില്ല ഗൈസ്. നമുക്ക് അടുത്ത വർഷത്തെ ആനയോട്ടത്തിന് വേണ്ടി പറ്റിയാൽ അടുത്ത വർഷത്തെ ആനയോട്ടം നമുക്ക് കാണാൻ നോക്കാം. ഇന്നെന്തായാലും നാളെ രാവിലെ പോയി നമുക്ക് സംഭവങ്ങളൊക്കെ കാണാം. നൈനൂസിന് എന്തായാലും ഭയങ്കര ഇഷ്ടമുള്ള ഒരു ടോയ് വാങ്ങി. നൈനൂസ് ASMR എന്ന് പറയുന്ന TV പ്രോഗ്രാമിലുള്ള മുന്നേ അവളുടെ കയ്യിൽ ഉണ്ടായിരുന്നു, അത് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതാണ് നൈനൂസിന് ഏറ്റവും ഇഷ്ടമുള്ള ടോയ്. ഇതിനെ കൊണ്ട് ഇങ്ങനെ ഞെക്കി കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് നാളെ രാവിലെ കാണാം. ഹലോ ഗൈസ്, അപ്പോൾ രാവിലെ 6 മണി ഞങ്ങൾ എല്ലാവരും കുളിച്ച് സെറ്റായി അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ്. ഇതാ ചുണ്ടൂനെ കണ്ട. നോനുമോളെ ഹായ് പറ. നോനു എല്ലാം നല്ല ഫുൾ സെറ്റായി. നമ്മൾ വാച്ച് കെട്ടിയിട്ടില്ല, മൊബൈൽ എടുക്കുന്നില്ല, എല്ലാം എടുക്കാതെ നേരെ അമ്പലത്തിലേക്ക് പോവാണ്. കുറേ ഭക്തിമയമായിട്ട് പോവാണ്. കുറേ കാലത്തിന് ശേഷമാണ് 6 മണി കാണുന്നത് ഞാൻ. അപ്പോൾ നമുക്ക് അമ്പലത്തിൽ പോയി അമ്പലത്തിലെ വിശേഷം. നൈനൂസിന്റെ കോസ്റ്റ്യൂം എങ്ങനെയുണ്ട് അല്ലേ വാവേ? പൂവൊക്കെ വെച്ചിട്ടുണ്ട്. പൂവൊക്കെ വെച്ചിട്ട് കാണിച്ചു തരാം. പൂവെല്ലാം കാണിച്ചേ, ബേക്ക് കാണിച്ചേ.
ആ കണ്ട നൈനൂസ് മുല്ലപ്പൂവൊക്കെ വെച്ചിട്ടുണ്ട്, നല്ല സൂപ്പർ സുന്ദരി ആയിട്ടുണ്ട്. നൈനൂസും വെച്ചു, അമ്മയും വെച്ചു അല്ലേ നൈനൂസേ? നൈനൂസിന്റെ വള കണ്ട, നൈനൂസിന്റെ നല്ല സൂപ്പർ വളയാണ്, അതിന് മാച്ചിങ് ആയിട്ടുള്ള മാലയാണ് അല്ലേ നൈനൂസേ? അപ്പൊ നമുക്ക് പോവാ, ബൈ വരാം. ഇനി തമ്പാച്ചിനെല്ലാം കണ്ടിട്ട് വന്നിട്ട് കാണാം ഗൈസ്. അങ്ങനെ 3.5 മണിക്കൂർ നേരത്തെ നീണ്ട ക്യൂവിന് ശേഷം നമുക്ക് ഗുരുവായൂരപ്പൻ്റെ ദർശനമൊക്കെ കിട്ടി. അതിനുശേഷം ഞങ്ങൾ മൊബൈലൊക്കെ എടുത്തിട്ട് വീണ്ടും അടുത്ത ഷോപ്പിങ്ങിന് വേണ്ടി പോവാണ്. അപ്പോൾ നമ്മുടെ അമ്പല ദർശനങ്ങളൊക്കെ കഴിഞ്ഞു, ഇനി അടുത്ത ഷോപ്പിംഗ് പരിപാടിയാണ്. 1-2 സാധനങ്ങൾ വാങ്ങാനുണ്ട് അല്ലേ? അതിനുശേഷം നമ്മൾ തിരിച്ചു വിടും. പോളിയോ മരുന്ന് കൊടുക്കുന്ന ദിവസമാണിന്ന്. അപ്പോൾ പൾസ് പോളിയോ നമുക്ക് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ട് പൾസ് പോളിയോ നൈനൂസിന് കൊടുക്കാൻ പോവാണ്. 5 വയസ്സിന് ഇടയിലുള്ള എല്ലാ കുട്ടികൾക്കും കൊടുക്കണമെന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ കണ്ടത്, അപ്പോൾ നൈനൂസിന് കൊടുക്കാമെന്ന് കരുതി. വാവ്, നൈനൂസിന് പോളിയോ കിട്ടിയേ. ഹാപ്പിയാ? മൈക്കിന് എന്തോ കംപ്ലൈൻ്റ് കാരണം നമ്മൾ വോയിസ് ഓവർ കയറ്റിയാണ്. അപ്പോൾ നമ്മൾ നേരെ അടുത്തുള്ള ഷോപ്പിൽ വന്നു, അതായത് അവിടെ തന്നെ ഗുരുവായൂരുള്ള ഷോപ്പിൽ വന്നു. അവിടെ നിന്ന് ചെറിയൊരു പർച്ചേസ് നടത്തിയാണ്. ഒരു ചെറിയ എന്താ പറയേണ്ടത്, നല്ല ശ്രീകൃഷ്ണൻ്റെ ഡിസൈനൊക്കെയുള്ള നല്ല നല്ല ക്യൂട്ട് കുപ്പായങ്ങൾ കണ്ടു. അപ്പോൾ നമുക്ക് ആർക്കൊക്കെയോ വിഷുവിന് കൊടുക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ കൊടുക്കാനുണ്ട് എന്നല്ല, കൊടുക്കാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ അങ്ങനെ ആ ഒരു കുപ്പായി വാങ്ങി. നല്ലൊരു ക്യൂട്ട് കുപ്പായാണ്. അതിനുശേഷം നൈനൂസിൻ്റെ അളവൊക്കെ നോക്കിയിട്ടാണ് വാങ്ങുന്നത്. പക്ഷേ നൈനൂസ് ഒരു വിധത്തിലും അളവെടുക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല, കരയൊക്കെ ആയിരുന്നു അളവെടുക്കുമ്പോൾ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ നൈനൂസിനും പിന്നെ വേറൊരു കുട്ടിക്കും വേണ്ടി ചെറിയ കുഞ്ഞു കുപ്പായങ്ങളൊക്കെ എടുത്ത്, നല്ല വെയിലായിരുന്നു. അങ്ങനെ ചൂട്ടത്ത് നല്ല ജ്യൂസൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ മെല്ലെ തിരിച്ച് പോവുകയാണ് ഗൈസ്. ഇപ്പോൾ KSRTC ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട് നേരെ വൈറ്റിലേക്ക്. അപ്പോൾ അതൊന്നും കാണിക്കുന്നില്ല. ഇപ്പോൾ ഓൾമോസ്റ്റ് എന്താ പറയേണ്ടത്, ബാറ്ററിയൊക്കെ ഡൗൺ ആവാറായി. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ട്രിപ്പുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. ബൈ.